ഞാനിങ്ങനെ ഷോയുടെ ബിഗിനിങ് മുതൽ ആലോചിച്ച് വരികയാണ്. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് നീ പറഞ്ഞ ഒരു സെന്റൻസ് ആണ് കോൺട്രവേഴ്ഷ്യൽ ആയത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തീർച്ചയായിട്ടും 16 ലക്ഷം. ഞാൻ ആടുത്തും എനിക്ക് പി ആർ ഇല്ലെന്ന് ഞാൻ ആരും പറഞ്ഞില്ല. ഞാൻ എല്ലാം ചിരിച്ച് കളയത്തുള്ളൂ. വെറുതെ ചിരിപ്പിക്കരുത്. കാരണം ഇവിടെ മരണത്തിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും പി ആർ ഉള്ളതെന്ന്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നെ ഈ പി ആർ ഇവിടെ വരുന്നതിന് മുന്നേ കുറേ പേര് മീഡിയക്കാർ അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറേ പേരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരു 10-25 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടായിട്ടോ. പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. ഒരു 3-4 പേര് പറഞ്ഞ ഫെയിം മാത്രം മതി, അനുവിന ഇവിടം വരെ എത്തിച്ചു, ഇത്ര ദിവസം വരെ നിർത്തി. ഞാൻ ഇപ്പൊ അനു എന്നുള്ളൊരു കുട്ടീൻ്റെ വന്നു, ഒരു കണ്ടസ്റ്റന്റ് വന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ പി ആറിന് ഒരിക്കലും എന്താ പറയണ്ടേ ജയിപ്പിച്ചെടുക്കാൻ 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മള്. എനിക്കിവിടെ പറഞ്ഞതിന് മുന്നേ എനിക്കറിയാം എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും. രാവിലെ പുട്ടാന്നല്ലയോ കഴിച്ചേ? എങ്ങനെ മനസ്സിലായി? അല്ല നല്ല തള്ളി ഇറക്കുന്നോണ്ട് ചോദിച്ചതാ. പി ആറിന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. 1 ലക്ഷം കൊടുത്തു, ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പിശിക്കാണ് പൈസയുടെ കാര്യത്തിൽ. അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം പി ആർ കിട്ടും? അല്ല അത് പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, വരുന്നവരിൽ അനുവിന് കുറച്ച് ഫെയിം ഉള്ളത് കൊണ്ട് അനുവിന് വലിയ എമൗണ്ടും തരണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതെ ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണം. ഇങ്ങനെ പി ആറിന് 15 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും പുള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് 15 ലക്ഷം കൊടുത്തു എന്ന്. അപ്പൊ അങ്ങനെ അല്ലല്ല ശൈത്യ പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ ഈ പുള്ളി മെയിനായിട്ട് എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് പേര്, അതായത് സീസണിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചോദിച്ചു എനിക്ക് എനിക്ക് ഒന്നത്തെ കാര്യം എനിക്ക് ആരെയും വിശ്വാസമില്ല. ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കൊടുത്തിട്ടുണ്ടെന്നല്ല, അതിനോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പുള്ളി ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞു, എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ ശരി അങ്ങനെ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ് 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 രൂപ കൊടുത്തു. സംശയമൊന്നുമില്ലല്ലേ? ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോട് പറയാൻ ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. ഞാനാണ് പുള്ളി അടുത്ത് പോയത് കേട്ടോ. പുള്ളി ഇങ്ങോട്ട് വന്നതല്ല, ഞാനാണ് പുള്ളി കഷ്ടം.